യുദ്ധമൊന്നും തീരുന്നില്ലല്ലോ. എല്ലാവരെയും പോലെ ഞാനും ഇക്കാര്യത്തിൽ ആശങ്കപ്പെടുന്നു. കാരണം ഈ യുദ്ധം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഉള്ളതായിട്ട് കാണുന്നില്ല. ദോഷങ്ങൾ പലത് ഉണ്ടതാനും. നമ്മുടെ ആളുകളൊക്കെ നാട്ടിൽ പോയവരൊക്കെ പലരും തിരിച്ചു വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. ഇപ്പോൾ പിന്നെ വിമാന സർവീസൊക്കെ തുടങ്ങിയെന്നാണ് പറയുന്നത്. വീണ്ടും പല വഴിക്കൂടെ ഒക്കെ വഴിതിരിച്ചൊക്കെ പോയി വരുന്നു. എന്തായാലും ഈ ഗ്യാസിൻ്റെ നാട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ആളുകൾക്ക് കുക്കിംഗ് ഗ്യാസ് ഇല്ല. അതുകൊണ്ട് തട്ടുകടകളെല്ലാം അടച്ചു. ഹോട്ടലുകളിലാണെങ്കിൽ ഭക്ഷണം വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രം, കാര്യപ്പെട്ട വിഭവങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് അവർക്ക് ഗ്യാസ് ഇല്ല. വീടുകളിൽ പലതും ഈ അടുപ്പ് പുകയുന്നില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. പിന്നെ ഇനി വിറക് വെച്ച് തീ പിടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ വിറക് എവിടെ ഇരിക്കുന്നു? ആ വിറക് കത്തിക്കാനുള്ള അടുപ്പ് എവിടെ ഇരിക്കുന്നു? അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അടുപ്പ് പറ്റുന്ന കാര്യവുമല്ല. അപ്പോൾ എങ്ങനെയായാലും ലോകം മൊത്തം ഈ യുദ്ധം ദോഷകരമായി ബാധിച്ചിരിക്കുന്നു. എന്നിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല, ഒരു അന്ത്യമുണ്ടാവുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് പാകിസ്ഥാൻ ഒരു മധ്യസ്ഥനായിട്ടും ഒരു കാര്യപ്പെട്ട രാജ്യമായിട്ടും മാറി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ മധ്യസ്ഥത വഹിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഫലമുണ്ടെന്നാണ് പിന്നെ ഈ റോയിട്ടേഴ്സും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട് ഈ ഇറാഖിലെ കാര്യപ്പെട്ട 1-2 നേതാക്കളെ കൊല്ലരുത്, പാർലമെൻറ്റ് സ്പീക്കർ, അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി, പിന്നെ അങ്ങനെ അവരെ കൂടെ ഇസ്രായേൽ തട്ടിക്കളഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് കാര്യപ്പെട്ട ആളുകൾ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെ ഒഴിവാക്കണം, തൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇസ്രായേൽ അംഗീകരിച്ചു. 4-5 ദിവസത്തേക്ക് അവരെ ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഉന്നത നേതാവിനെയും ഇസ്രായേലിന് വധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അത് അതിശയമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ ടെക്നോളജി നമുക്കറിയാം, ഇൻ്റർനെറ്റ് കൊണ്ട് നമ്മൾ ലോകമെല്ലാം ഒരു വയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും എല്ലാ ആളുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഇൻ്റർനെറ്റിൻ്റെ നിയന്ത്രണമായിട്ട് അമേരിക്കയും ഇസ്രായേലും. അപ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ്, ഫോണ്, കമ്പ്യൂട്ടർ, ഇതെല്ലാം ആരാണ്, എവിടെയാണ്, എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഈ 2 രാജ്യങ്ങൾക്കും അറിയാം. ഈ 2 രാജ്യങ്ങളുടെ കൈ കൂടിയാണ് ഇതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങൾ പോകുന്നത്. അപ്പോൾ പിന്നെ ആളുകളെ വധിക്കാൻ അവർക്ക് കഴിയുന്നത്, ഇസ്രായേലിന് കഴിയുന്നത് അതുകൊണ്ടായിരിക്കാമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഈ ഒരു ടെക്നോളജിയുടെ മികവ് കൊണ്ട്, പിന്നെ സാധ്യതകളുണ്ട്. എന്തായാലും അങ്ങനെ കാര്യപ്പെട്ട ആളുകളെല്ലാം വധിച്ചിപ്പം ആരുമില്ലാത്ത ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് എവരെയെങ്കിലും വധിക്കരുതെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അത് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അമേരിക്ക പറഞ്ഞു ഇസ്രായേലിനോടത് സമ്മതിക്കണമെന്ന്. അങ്ങനെ ഇസ്രായേൽ സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഒരു ഉദയമാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യ പോലെ അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടും നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ. അത് എന്ന് മാത്രമല്ല കാര്യപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഒരു ചുക്കട രാജ്യം പാകിസ്ഥാൻ, അവരിപ്പം ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പം ഈ യുദ്ധങ്ങളൊക്കെ എവിടെ ചെന്നെത്തിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവായിട്ട് അത് പറയാവുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ പോയി പാകിസ്ഥാനെ അടിച്ചു. പിന്നെ ആ യുദ്ധം തീർന്നതിന് ശേഷം എന്താ, പാകിസ്ഥാനും ട്രംപും അമേരിക്കയും തമ്മിൽ വലിയ ചക്കിയും ചങ്ങരനും എന്നുള്ള രീതിയിലായി. ഈ ആസിം മുനീർ അവിടുത്തെ പട്ടാള മേധാവി ട്രംപിൻ്റെ സ്വന്തം ആളായി മാറുകയും ചെയ്തു. അങ്ങനെ അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടും നല്ല ബന്ധം അവർ ഈ മീഡിയേറ്ററായിട്ട് മധ്യസ്ഥത വഹിക്കാൻ മാത്രമുള്ള തലത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ ഇന്ത്യ വരേണ്ടിയിരുന്ന ഒരു സ്ഥാനമാണ് അവർ അപഹരിച്ചുകൊണ്ട് പോയതെന്ന് വേണം കരുതേണ്ടിയിരിക്കുന്നത്. അത് എത്ര കണ്ട് ഫലിക്കും, എത്ര കണ്ടതുകൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ ചർച്ചയൊക്കെ നടക്കുമോ? എന്തായാലും ചർച്ച നടക്കുമെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പാകിസ്ഥാനും ഈജിപ്തും തുർക്കിയും ഒക്കെ ഈ മീഡിയേറ്ററായിട്ട് രംഗത്തുണ്ട്. പിന്നെ ഖത്തറുമായിട്ട് പക്ഷേ ഇറാൻ അത്ര അടുപ്പമല്ലാന്ന് തോന്നുന്നു. കാരണം ഈ ആ മേഖലയിലുള്ള രാജ്യങ്ങളെ പലതും ഇവർ ആക്രമിക്കുകയാണ് ചെയ്തത് ഇറാൻ. അതുകൊണ്ട് ആ മേഖലയിലുള്ള ആളുകളുടെ ഒരു പിന്തുണ ഇറാനോട്ടില്ലതാനും. അപ്പം മിത്രങ്ങളില്ലാത്തതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് തോന്നുന്നു. എങ്ങനെയായാലും ഒരു ഒത്തുതീർപ്പിന് 15 നിർദ്ദേശം ട്രംപ് വെച്ചു. പിന്നെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ ഇറാൻ 5 നിർദ്ദേശങ്ങൾ വെച്ചു. ഈ നിർദ്ദേശങ്ങളെല്ലാം വെക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ ഇറാൻ തന്നോട് ബെഗ് ചെയ്തു, എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യാചിച്ചു എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അപ്പോൾ പരസ്യമായിട്ട് അവരങ്ങനെയൊന്നും പറയുന്നില്ല. പരസ്യമായിട്ട് ഞങ്ങൾ തട്ടിക്കളയും, ശരിപ്പെടുത്തും. അതിപ്പോൾ അങ്ങനെയല്ലേ ഏതൊരു രാജ്യവും അങ്ങനെയല്ലേ പറയുള്ളൂ. ചർച്ചകളിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലുമാണ് ഈ ഒത്തുതീർപ്പിനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുക. അപ്പോൾ അത് എത്ര കണ്ട് നടക്കുന്നു, എവിടം വരെ എത്തിയെന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ ഇറാന് ഈ വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് ചർച്ച ചെയ്യാനാണ് താല്പര്യമെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നു. അദ്ദേഹവുമായിട്ടാണ്, കുറച്ച് മിതവാദി അദ്ദേഹമാണ്.
ഈ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആയിട്ടോ അല്ലെങ്കിൽ ഈ ട്രംപിൻ്റെ പ്രതിനിധികളുണ്ട്, പിന്നെ സ്റ്റീവ് വിറ്റ്കോഫ്, അതുപോലെ തന്നെ മരുമകൻ ജാരദ് കുഷ്ണർ, ഇവരുമായിട്ടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഈ ജെ ഡി വാൻസുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹം മുഖേന ഒരു കരാറുണ്ടാക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പിന്നെ അധികാര സ്ഥാനങ്ങൾ പലയിടത്തും മാറുന്നു. പിന്നെ പെട്ടെന്ന് ജെ ഡി വാൻസിന് പ്രാധാന്യം വരുന്നു, അതുപോലെ തന്നെ പാകിസ്ഥാന് പ്രാധാന്യം വരുന്നു. അപ്പോൾ ഈ യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ ചെന്ന് എവിടം വരെ എത്തും എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. ഈ ഇറാനെപ്പോലെ ഒരു കാര്യപ്പെട്ട രാജ്യത്തെ സ്ഥിരമായി പിണക്കിക്കൊണ്ട് സ്ഥിരമായി അവരുമായിട്ടൊരു ഏറ്റുമുട്ടലുമായിട്ട് മുന്നോട്ട് പോകാനാവില്ല. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൽ അവിടെ കൊണ്ടുപോയി മുഴുവൻ മൈൻ വാരി വിതറിയാൽ അതിലൂടെ പോകുന്ന കപ്പലൊക്കെ പൊട്ടിത്തെറിക്കും, കപ്പലുകൾക്കൊന്നും പോകാൻ കഴിയാത്തൊരു സ്ഥിതി വരും. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ അവരുടെ സുഹൃത്തുക്കളായ രാജ്യങ്ങൾക്ക് കപ്പലുകൾക്ക് പോകാം, അവരുടെ ശത്രുക്കൾക്ക്, അതായത് പിന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവരൊഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങൾക്കെല്ലാം പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൂടി ഈ കപ്പലുകളൊക്കെ പോകാനായിട്ട് മടിക്കുന്നു, പേടിക്കുന്നു, അങ്ങനെയുള്ളൊരവസ്ഥയുണ്ട്. എന്തായാലും ഇതിനൊരു അവസാനം വേണം. ഇത് കാരണം ഒരു ലക്ഷ്യമില്ലാതെ കാര്യങ്ങൾ പോകുന്നു. എവിടെയെങ്കിലും ചെന്നൊന്ന് നിർത്തണമല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് ഇറാൻ പ്രത്യേകിച്ച് യാതൊരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇറാന് നഷ്ടമല്ലാതെ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അമേരിക്കയ്ക്ക് പിന്നെ കുറച്ച് നഷ്ടമുണ്ടാകും, അത് സാരമില്ല. അമേരിക്ക പിന്നെ അതൊക്കെ നേരിടാനുള്ള കരുത്തും ബലവും പിന്നെ സന്നാഹങ്ങളും അമേരിക്കയ്ക്കുണ്ട്, ഇസ്രയേലിനും അത് തൽക്കാലമുണ്ട്.